നമ്മുടെ തലശ്ശേരിയിലെ നല്ല മൊരിഞ്ഞ വക്കുവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഈ വലിപ്പത്തിലുള്ള 4 സവോള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ കട്ട് ചെയ്ത രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നടുഭാഗത്തുള്ള സംഭവങ്ങളെല്ലാം കളയുക. അതിനുശേഷം ഇതിനെ വലിയ സവോളയാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ല നേർത്തതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി വലുതല്ല, ചെറിയ സവോളയാണെങ്കിൽ ഇതുപോലെ വേണ്ട, സാധാരണ രീതിയിൽ നിങ്ങൾ നേർത്തതായി കട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ എനിക്ക് സുഖമില്ല കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെയുള്ളത്. അങ്ങനെ നമുക്ക് 4 സവോളയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്സാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ 2 ചേരുവ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ഒരു വലിയ പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതാണ്. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചിരിക്കാൻ പാടില്ലേ. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതിനകത്തേക്ക് കറിവേപ്പില, നിങ്ങൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുവാണെങ്കിൽ അത് 2 തണ്ട് ഇട്ടോളൂ. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കും. ഇനി ഇതിനകത്ത് വേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒരു നുള്ള് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടിടുക, അധികം ഉപ്പ് ഇതിന് ആവശ്യമില്ല. ആദ്യം ഇത് ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഇനി എല്ലാം കൂടെ നമുക്ക് ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇത് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ കടലപ്പൊടിയാണ് വേണ്ടത്. 1 കപ്പ് കടലപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഈ വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പോളം കടലപ്പൊടി ആവശ്യമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി കടലപ്പൊടി ആവാനും പാടില്ല, എന്നാലേ കുറച്ച് ഉണ്ടാവാനും പാടില്ല. ആ ലെവലിൽ വേണം നമുക്ക്. അതായത് ഇതൊന്ന് നുള്ളി ഇടാനുള്ള പാകത്തിലേക്ക് നമുക്ക് കിട്ടണം. ഇനിയിപ്പോൾ ഈ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ വേണ്ടൂ, അധികം വെള്ളം ആവരുതേ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പൊടി കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 4 സവോളയ്ക്ക് എനിക്ക് 3/4 കപ്പ് കടലപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ട് കൈയെല്ലാം കഴുകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നിങ്ങൾക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് മനസ്സിലാകും. ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ബോൾസ് ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഇതുപോലത്തെ ചെറിയ ചീനിച്ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അധികം ചിലവാകത്തുമില്ല, വേറെ ഇതായിട്ട് പോകത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതുപോലെ കയ്യിലെടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടണേ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ കുറേശ്ശെയായിട്ട് നുള്ളി ഇടുക. നുള്ളി ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെ കരിഞ്ഞു പോകരുത്, ഇതുപോലെ ഇങ്ങനെ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു സ്നാക്കാണിത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കയ്യിൽ നുള്ളി എടുക്കുക, ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇടുക. അതിനുശേഷം ആയി കഴിയുമ്പോൾ തിരിച്ചു മറച്ചിടുക. അപ്പോൾ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു വലിയൊരു ഉപകാരമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ, നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അതായത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.